പിള്ളേരെവിടെ പോയി ആരും വന്നില്ലേ? ജീവിതമല്ല നാട്ടിൽ നിന്ന് വിളിക്കുന്നത്. കസം, ഹലോ, ആ പറഞ്ഞോ. ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ? നിങ്ങൾ മറ്റേ ഫോണിൽ വിളിച്ചത് ഞാൻ കണ്ടിട്ടാ. ഞാൻ ഡീറ്റെയിൽസ് വാട്സപ്പിൽ തരണ്ട് കേട്ടോ. ഓക്കെ, ബൈ. കസം, മക്കളെ വിളിച്ചോ? സ്കൂളിൽ പോയിരിക്കും. വിളിച്ചില്ല. ടിക്ടോക്ക് നാട്ടിൽ കിട്ടുന്നുണ്ട്. അതിന് ആക്രാന്തം കൂടിയാൽ മുഴുവൻ വായിലിട്ടോ തിന്നുന്നവരുണ്ട്. അയ്യോ, മൊത്തത്തിൽ വായിലെടുത്ത് തിന്നണം കുട്ടി. സ്വർഗം കാണൂലേ? നല്ല സ്വർഗം കാണും. ചില ആളുകളുണ്ട് തൊട്ടില്ല തൊട്ടു. ഒരു കാര്യം അതാണ് സുഖം. പിന്നല്ല ഫാഷൻ ഫ്രൂട്ടും മാറാറായില്ലേ? നല്ലതാ മാമ. എന്തെങ്കിലുമൊക്കെ പറയണ്ട് ഷമീർക്കോ. ലൈവ് ഒന്ന് വൈബാക്കണ്ടേ? എനിക്കാണെങ്കിൽ എന്തെങ്കിലും കിട്ടണം. എന്താ ചെയ്യാ? എല്ലാവരും എവിടെ അറിയില്ല. ഇന്റർവ്യൂ പറഞ്ഞതെല്ലാം കണ്ടുട്ടോ. ഞാനിപ്പോ അതിനെ അനുഭവിച്ചോണ്ടിരിക്കാ. വെയിറ്റ് മിണ്ടരുത്. ഇന്റർവ്യൂ പറ. നീ നാട്ടിൽ നിന്ന് ലാൻഡ് ചെയ്താ? ആ, ചോറും കറി വെക്കണേ. എന്തോ പണിയുണ്ട്. ചോറ് വെച്ചു. അയ്യോ, എമ്പരാൻ ഇന്നലെ നൈറ്റ് ആ മമ്മു നല്ല കട്ടിക്ക് തന്നുട്ടാ. നമ്മൾ ഇന്നലെ ഉച്ചക്ക് കൊടുത്തില്ലേ? ഇന്നലെ നൈറ്റത്തെ ഗെയിമില് എനിക്ക് 8ന്റെ പണി തന്നവൻ. പേര് കിട്ടുന്നില്ല. അറിയാലോ ചേട്ടനെ പേര്. എനിക്ക് ശരിക്കും അവർക്ക് ഇതിൽ 8ന്റെ പണി തന്നു. നല്ല കാട്ടയ്ക്കുള്ള പണിഷ്മെന്റ് തന്നു എനിക്ക് ഇന്നലെ. യെസ്, എംപയർ ഇന്നലെ കട്ടിക്ക് തന്നു അവൻ. നൈറ്റ് ആരും ഉണ്ടായില്ല. ലാസ്റ്റ് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാ. നമ്മുടെ മോഡറേറ്റർ ജമ്മു ലാസ്റ്റ് ഒരു കളി അവൻ ഭയങ്കരമായിട്ട് കളി ചെയ്യിപ്പിച്ചു. അവന് ദേഷ്യമായി. എന്നെ ഞാൻ പണിച്ചെടുക്കുന്ന സങ്കടം വന്നു. കരഞ്ഞുപോയി. ലാസ്റ്റ് ആരും ഉണ്ടായില്ല. ഇമാതിരി പണിഷ്മെന്റ് തന്നെ അവൻ. ഇതുവരെ കിട്ടാത്ത പണിഷ്മെന്റ്. പേസ്റ്റ് കണ്ണിച്ചേക്കായി. എംപയർ മനസ്സിലായി. പേര് മറന്നു പോകുന്നു. ഇന്ന് എന്നോട് സൂപ്പ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കഴിക്കുമ്പോ ഷെയർ കൊടുക്കുന്നുണ്ട് സൂപ്പില്. എനിക്കിന്നലെ വാക്ക് വന്നു. ആടാ, ഇന്നലെ ബാത്റൂമിൽ കിടന്ന് കൊള്ളാൻ തന്നേ. അപ്പൊ ഞാൻ ഉരുളില്ലാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഈ റൂമിന്റെ ഉള്ളില് ഭയങ്കര വലിയ ഗ്ലാസ്, ഇത്ര വലിയ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ വിട്ടിട്ട് വെള്ളത്തില്. മെറീസയുടെ വരും. ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ നല്ല ബിജി എന്തെങ്കിലും പറ, ഞാൻ അതിൽ പിടിച്ച് കയറിക്കോളാം. എന്തെങ്കിലും കണ്ടന്റ് എടുത്തിടാനോ? എംപയർ എന്നെ എടുക്കുന്നു. സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്. വേറെ ഒന്നുമല്ല. നമുക്ക് വൈബാക്കാം. കണ്ടന്റ് ഞാൻ എടുത്തിടാം. ആരെങ്കിലും ഇതിന് പറയട്ടെ. അപ്പോഴല്ലേ വായിന്ന് വരുള്ളൂ. എടുത്തിടാം, കണ്ടന്റ് എടുത്തിടാം. ലേറ്റ് ചെയ്യില്ല. വൈബാക്കാം. ഞാനിപ്പോൾ വന്നില്ലുള്ളൂ. പിള്ളേരൊക്കെ വരട്ടെ. പിള്ളേരൊക്കെ വന്നിട്ട് നമുക്കൊന്ന് വൈബാക്കാം. ഞാൻ ആക്കിക്കോളാം. ഞാനൊന്ന് മൂടായി വരികയല്ലേ. ഹലോ, എല്ലാവരും ഒന്നുകൂടെ വന്നിരിക്കട്ടോ.
ലൈവ് ഒന്ന് ഇതാക്കണം, ഉഷാറാക്കാൻ വെയിറ്റ്. എല്ലാവരും ഒന്ന് വരട്ടെ, ഞാൻ ഷെയർ കൊടുത്തിട്ട് ഞാൻ തപ്പി നോക്കണോ മൂടായോ എന്ന്. എല്ലാവരും ഡബിൾ ടാപ്പ് അടിക്കട്ടോ. ടാപ്പ് നിർത്തല്ലേ, ടാപ്പ് നിർത്തല്ലേ. ഇപ്പോ നല്ല ബഹുമാനം തോന്നുന്നുണ്ട് ഇന്റർവ്യൂ കണ്ടപ്പോൾ. അതിപ്പോ ഞാൻ അനുഭവിക്കുന്നുണ്ട്. നല്ലതാ. ഞാൻ ഇന്റർവ്യൂവിന്റെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ. എന്തു നല്ല തപ്പിയൽ മൂടാകുമോ? വരട്ടെ, ഞാൻ കണ്ടന്റ് കണ്ടെത്താം, വെയിറ്റ് ചെയ്യും. ഇപ്പൊ ഇട്ടതല്ലേ ഉള്ളൂ ലൈവ്. എല്ലാവരും ഒന്ന് വന്നു തുടങ്ങട്ടെ. എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല. അപ്പോ ഒക്കെ വരട്ടെ, എല്ലാവരും ഒന്ന് വരട്ടെ. ഇരുട്ടത്ത് തപ്പിയിട്ടും ഒന്നും കിട്ടിയില്ല, ഇനി വെളിച്ചത്ത് തപ്പാം. താങ്ക് യു സൈറ്റ്സ്. നിങ്ങളിങ്ങനെ ഓരോന്നും വന്ന് ചിരിപ്പിക്കല്ലേ. ഇരുട്ടത്ത് തപ്പണത് കൊള്ളൂല കേട്ടോ. നമ്മളെപ്പോഴും വെളിച്ചത് തപ്പണം. എനിക്ക് വെളിച്ചത്തിനോട് താല്പര്യമില്ല, എനിക്ക് ഇരുട്ടാ ഇഷ്ടം. ഹലോ, ഇത് ഏതവനാടോ മൈര്? ബിജേച്ചി എങ്ങനെ തപ്പും? എനിക്ക് തപ്പണ ഇഷ്ടല്ല. ബിജിയുടെ പാറമട ഉയരാണ്. ഞാനൊരു വീഡിയോ കണ്ടോട്ട് എടുക്കാൻ, അതുകൊണ്ടാണ്. വെള്ളിയാഴ്ചല്ലേ? എടാ, നിങ്ങൾ എന്തിനെങ്ങനെ കിടന്ന് വിളിക്കുന്നേ? എന്തിനെങ്ങനെ കിടന്ന് വിളിക്കുന്നേ? ഒന്ന് കാണാൻ പറ്റുമോ? എന്നെ എന്തിനായിട്ടാ കാണുന്നേ? ഹലോ, പറഞ്ഞോ. ഒന്ന് കഴിച്ചില്ല. അപ്പോ കഴിച്ചില്ല, തല ഇറങ്ങും. ഞാൻ ഫുഡ് കഴിക്കാനിടാന്നു സമയം ഒന്നും കഴിച്ചില്ലല്ലോ. ടോക്കിങ് വേണ്ട, അതെന്റെ പേഴ്സണൽ മാറ്റർ. ഞാൻ ചിലപ്പോൾ എടുക്കും, ചിലപ്പോൾ എടുക്കാതിരിക്കും. അതെന്റെ പേഴ്സണൽ. കസ്റ്റമേഴ്സിന്റെ കാര്യം ഇവിടെ ആരും ചോദിക്കണ്ട. വേറെ എന്തെങ്കിലും മാറ്റർ സംസാരിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. ഇന്റർവ്യൂ കണ്ടു അടിപൊളി. ഓക്കെ, ഞാൻ ചിലപ്പോൾ എടുക്കും, എടുക്കാതിരിക്കും. അതൊക്കെ എൻ്റെ പേഴ്സണൽ മാറ്റർ.